അപ്പൊ ഇത് വ്യാപകമാണ്, പക്ഷെ ആളുകൾക്ക് അധികം അറിഞ്ഞു വരണം. ഇപ്പോ നമുക്കിപ്പോ ഈ ബിൽഡിംഗ് ഇതിൽ എന്തോ ഒരു സാധനം പുതിയതായിട്ട് വരുമ്പോ ഒന്നിട്ട് അറിഞ്ഞു വരാൻ കുറച്ചൊരു കാലതാമസം എടുക്കുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ വലിയ വലിയ പ്രൊജക്ടുകള്, വലിയ ഗോഡൌണുകള്, അതുപോലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകള് അങ്ങനത്തെകൾക്കാണ് അധികം ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന്, കാരണം നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളില് നമുക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് പണി ചെയ്യാൻ കഴിയും. അപ്പോ ഇത് ഇത്രയും നീളത്തിലുള്ള ഒരു ഷീറ്റാണ്. അതെ അതെ. ഇതിന്റെ വീതി വരുന്നത്, ഇതിന്റെ വീതി എല്ലാത്തിനും വീതി വരുന്നത് 2 അടിയാണ്. നീളം വരുന്നത് 8, 9, 10 3 ഇതിൽ വരും. പിന്നെ അതിലും ഹൈറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ജോയിൻ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അതെ അതെ. ഇത് ഇങ്ങനത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇതിന്റെ ഇത്. ഇതെന്താ മെറ്റീരിയൽ ശരിക്കും വരുന്നത്? ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സൈഡിൽ കാണുന്നത് ഫൈബർ സിമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഈ കാണുന്നത്, ഈ ഷീറ്റ്. ഇതിന്റെ സെന്ററിൽ വരുന്നത് നമ്മളെ AC ബ്ലോക്കിന്റെ വെയിറ്റ്ലെസ് ബ്ലോക്ക് ഉണ്ടല്ലോ, അതെ അതെ, അതെ അതെ, അതിന്റെ മെറ്റീരിയലാണ് ഇതിന്റെ സെന്ററിൽ വരുന്നത്. 2 വശങ്ങളിലും ഫൈബർ സിമെന്റ് ബോർഡ് വരും. പിന്നെ സെന്ററിൽ AC ബ്ലോക്കിന്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് നല്ല സ്ട്രോങ് ആണെന്ന് മാത്രമല്ല ഇത് ഹീറ്റ് പ്രൂഫ് ആണ്. നമ്മളിപ്പോ വെയിലടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വെയിൽ, ഒരു വശത്ത് വെയിൽ കൊണ്ടാലും മറ്റേ വശത്തേക്ക് അതിന്റെ ഇത് വരൂല, ചൂട് വരൂല. അതായത് നമ്മളത് ബിൽഡിംഗ് ഇത് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂട് വരും, ചൂട്. പിന്നെ അതേപോലെ സൗണ്ട് പ്രൂഫ് ആണ്. പിന്നെ ഇതുകൊണ്ട് നമ്മളിപ്പോ ഇത് ചെയ്ത് നമ്മള് പിന്നെ അതുമ്പോ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് തിരിച്ചറിയാൻ കഴിയില്ല. സാധാ നമ്മൾ കല്ലേറ്റ്, നിങ്ങളൊക്കെ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യില്ല, അതേപോലെ സാധാ കല്ലേറ്റ് കല്ലായിട്ടുള്ള ചുമര് പോലെ തന്നെ അതിലൊരു ഇതുണ്ടാവില്ല. അതായത് ഇത് വെച്ച് കഴിഞ്ഞാല് പടവ് വേണ്ട, തേപ്പ് വേണ്ട, പൊട്ടിയിട, പെയിന്റ് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കണല്ലേ? അതെ അതെ, കുട്ടി വരെ ചെയ്തു കൊടുക്കും. അതെ, ചെയ്തു കൊടുക്കും. നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മള് താഴെ മുകളിൽ ചാനൽ വെച്ചിട്ടാണ് ചെയ്യുക. ഇതിങ്ങനെ ഇപ്പൊ ഈ 2 അടി വീതിയിലാണ് ഷീറ്റ് വരിക എന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു 2 അടി വരുമ്പോഴും അതിന്റെ സൈഡിൽ ചെറിയ ലൈന് പോലെ വരും. അവിടെ നമ്മൾ പുട്ടിയിട്ടിട്ട് ക്ലിയർ ചെയ്യും. അതായത് ഓരോ ബോർഡ്, ഓരോ ലോക്കിങ്ങിന്റെ അവിടെ അത് ലോക്കിംഗ് ആട്ടോ. അത് ഒരു ഇതുണ്ട്. ഇവിടെ ഒരു ഭാഗം ഉള്ളിലോട്ടും ഒരു ഭാഗം പുറത്തോട്ടും വന്നിട്ട്. അതെ അതെ അതെ, ഇത് ലോക്ക് ചെയ്ത്